വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയം എന്ന അസംബന്ധ നാടകത്തിൻ്റെ ഏറ്റവും പുതിയ രംഗം അരങ്ങേറുകയാണ്. പ്രേക്ഷകർ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഡയലോഗുകൾ കഥാപാത്രങ്ങളുടേത് തന്നെയാണ്. പൊളിമിക്സിന് ഈ നാടകത്തിൽ യാതൊരു പങ്കുമില്ല, കണ്ടുകൊണ്ടിരിക്കുക എന്നതല്ലാതെ. ഞങ്ങൾ ഇവിടെ എടുത്ത തീരുമാനങ്ങൾ ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. അപ്പോൾ നോട്ട് ചെയ്യുക. കേരള കോൺഗ്രസ് എമ്മിനെ ദുർബലപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പാർട്ടിയെയും പ്രത്യേകിച്ച് പാർട്ടി ലീഡറെയും കടന്നാക്രമിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പാർട്ടി ഗൗരവത്തോടെ കാണുന്നു. അങ്ങനെ ആരും ചെയ്തിട്ടില്ല. സ്വതന്ത്ര വീക്ഷണത്തോടെ ഉത്തരവാദിത്തമുള്ളൊരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നതിനും സഹായകമായി നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നതിന് പാർട്ടി തീരുമാനിക്കുന്നു. അപ്പോൾ UDF വിട്ടുമാറി ഒരു സ്വതന്ത്ര ബ്ലോക്കായിരിക്കുവാൻ ഇതുമൂലം പാർട്ടി തീരുമാനമെടുക്കുകയാണ്. വ്യക്തമായ കാരണങ്ങൾ പറയാതെയാണ് കേരള കോൺഗ്രസ് എം UDF വിടാനുള്ള തീരുമാനമെടുത്തത്. അതല്ലേ കാരണങ്ങൾ പറയുന്നത്. കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് വായിച്ചല്ലോ കാരണങ്ങൾ. മണി സാർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാവുന്ന ആളാണ്. അങ്ങനെ ഒരു ഭംഗിയായ അതിൽ മൂടി പോയി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആർക്കെന്ത് മനസ്സിലാകാനാണ്? ഞാൻ പറഞ്ഞത് നാടൻ ഭാഷയിലങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ മുന്നണി സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കില്ലായിരുന്നു. ആ മുന്നണിയെ സ്ട്രെങ്തൻ ചെയ്യിക്കേണ്ട ഒരു സന്ദർഭം എത്തിയപ്പോൾ അതീവ ഗൗരവതരമായ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എടുത്തുചാടി പോകരുതായിരുന്നു. എന്താ ആ ചോദ്യം വളരെ വ്യക്തമായ ഉത്തരം നൽകി. ആദ്യം മുന്നണി വിടാൻ തീരുമാനിക്കുക, പിന്നീട് കാരണം കണ്ടെത്താൻ ശ്രമിക്കുക. ആ ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. മുന്നണി ബന്ധങ്ങളിൽ പാലിക്കപ്പെടേണ്ട രാഷ്ട്രീയ മര്യാദകൾക്കും നീതിബോധത്തിനും വിരുദ്ധമായ സമീപനങ്ങൾ മൂലം നീതിബോധത്തിനും വിരുദ്ധമായ നടപടികൾ മൂലം സമീപനം മൂലം മുന്നണി ദുർബലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിയിലെ ഘടകകക്ഷികൾക്കും ആത്മപരിശോധനയ്ക്കും സ്വയം വിമർശനത്തിനും ഒരവസരം നൽകുന്നതിന് കൂടി മേൽപ്പറഞ്ഞ പാർട്ടിയുടെ ഈ തീരുമാനം സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. സത്യത്തിൽ രാജിവെക്കേണ്ടതാണ്. അതാണ് അന്തസ്. UDFിൻ്റെ ശക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റെ ശക്തിയാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. ആ ശക്തിയുടെ സഹായം കൂടി കൊണ്ട് കിട്ടിയ നിയമസഭാ സീറ്റുകൾ കോൺഗ്രസുമായിട്ട് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുമായിട്ടുള്ള ബന്ധം വിടർത്തി പോകുമ്പോൾ സ്ഥാനങ്ങൾ രാജിവെച്ചു. അതാണ് അന്തസ്, രാഷ്ട്രീയ മാന്യത, രാഷ്ട്രീയ അന്തസ്സിന് ചേർന്നത്. UDFിൽ നിന്ന് തങ്ങൾക്ക് കിട്ടിയ സീറ്റുകൾ അതുകൂടി രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതായിരുന്നു
നിയമസഭയിൽ മേൽപ്പറഞ്ഞ നിലപാട് സ്വീകരിക്കുമ്പോഴും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിലനിൽക്കുന്ന ധാരണകളിൽ മാറ്റം വരുത്താൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ തീരുമാനം പറയുമ്പോഴും ഒന്ന് ഭാഗികമായ വിഡ്രോവലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് UPA ആയിട്ടുള്ള ബന്ധം തുടരും, ത്രിതല പഞ്ചായത്ത് സമിതികളുമായിട്ടുള്ള എല്ലാ അഗ്രിമെന്റും പാലിച്ചുകൊണ്ട് നീക്കും. ഈ രണ്ട് കണ്ടീഷൻ നിലനിർത്തുമ്പോൾ അവരുടെ മൈൻഡ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. എന്തായി ഒരു കാര്യം എടുക്കുമ്പോൾ തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ എന്തായി പറയാം? ഇതിന്റെ ഗ്രേസ് മുഴുവൻ കളയാതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. മാണി സാർ എപ്പോഴും നീതിബോധവും ധാർമ്മികതയ്ക്കും വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കാക്കി ഇരിക്കാൻ തീരുമാനമെടുക്കുകയും മറ്റു സ്ഥലങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ നിലപാടൊരു മാറ്റമില്ലാത്ത ഇന്നത്തെ നിലപാടിൽ അതൊരു മാറ്റമില്ലാതെ തുടരുകയും ചെയ്യും എന്ന് പറയുന്നത് വലിയൊരു വൈരുദ്ധ്യം തന്നെയുണ്ട്. ഇതെന്തായി പറയുന്നത്? അങ്ങനെയൊന്നുമല്ല. കരാറെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ ഒരു വ്യക്തിയെ അടുത്ത മാസം 16-ാം തീയതി കോൺഗ്രസ്സിലെ ഒരാൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാം, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് മാറിക്കൊണ്ട് ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാം എന്നൊരു കരാറ് ഇതിനു മുമ്പ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ കരാറൊക്കെ പോയി ഞങ്ങൾ മുന്നണിയിൽ നിന്ന് മാറി എന്ന് പറയല. ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ബാധ്യതകൾ നിറവേറ്റാനുണ്ടെങ്കിൽ നിറവേറ്റും, കരാറ് പാലിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഒരു മുന്നണി എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ മുന്നണി നേതൃത്വമായിട്ടാണ്. പിന്നെ പോയിട്ട് താഴെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. ആ മുന്നണി നേതൃത്വത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം UDFനോട് മൃദു സ്വഭാവം എടുക്കുന്ന ഒത്തിരിയധികം ആളുകളുണ്ട്. താഴെത്തട്ടിൽ ധാരാളം പ്രവർത്തകർ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം മുന്നണിക്കകത്ത് തന്നെ മാറാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഭാഗികമായ വിഡ്രോവലായി നിന്നത്. കാരണം അവർ UPA ആയിട്ടുള്ള ബന്ധം തുടരുന്നുണ്ട്, അവർ ത്രിതല പഞ്ചായത്ത് സമിതികളും അതിന് താഴെയുള്ള എല്ലാ സമിതികളുമായിട്ടുള്ള ബന്ധം തുടരുന്നുണ്ട്. UDFന്റെ മേളിലത്തെ തലത്തിലുള്ള ഒരു യോജിച്ചുള്ള നീക്കത്തെ മാത്രമാണ് അവിടെ നിന്ന് മാറി അസംബ്ലിയിൽ പ്രത്യേക ബ്ലോക്ക് ആകുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് ആകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ തലങ്ങളിലും ഒരുമിച്ച് പോകുന്നത് പോലെയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. തിരുവഞ്ചൂർ ഇപ്പറഞ്ഞ ഡയലോഗിൽ അല്പം സത്യവും കൂടെ ഒരു പ്രതീക്ഷയും ഇല്ലേ എന്നൊരു സംശയം പൊളിറ്റിക്സിനുണ്ട്. നാടകം തുടങ്ങുമ്പോൾ തന്നെ സംശയം ഉന്നയിക്കുന്നത് ശരിയല്ലാത്തതിനാൽ ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ വില്ലനെ തിരയാൻ കൂടാം. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും സത്യത്തിൽ മാണി സാറിനെയും പാർട്ടിയെയും പ്രകോപിപ്പിച്ച സംഗതി എന്ത് എന്നത് മാത്രം പൊളിമിക്സിന് പിടികിട്ടിയിട്ടില്ല. മാണി സാർ സഹായിച്ചാൽ മാത്രമേ അത് മനസ്സിലാകൂ. ഞങ്ങളിങ്ങനെയാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ ഒരു സമാധാനം വേണ്ടേ, എപ്പോഴും ഒരു കൂട്ടായ്മ, ഒരു UDF സ്നേഹം, പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം, അതല്ലേ UDFന്റെ ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത്. ആ പരസ്പര വിശ്വാസമില്ല, ആ സ്നേഹമില്ലെങ്കിൽ ആ മുന്നണിയിൽ എങ്ങനെ നിൽക്കാൻ നോക്കും? ഞങ്ങളെയൊക്കെ ശത്രുതാ മനോഭാവത്തോടെയാണ് കാണുന്നത്. ഞങ്ങൾ എപ്പോഴും ഡയലോഗിനായിരുന്നല്ലോ നിലനിന്നിരുന്നത്. ഡയലോഗ് ഞങ്ങൾ പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ ഡയലോഗ് കട്ട് ചെയ്യുന്ന സ്വഭാവം ഒരിക്കലും ഞങ്ങൾ കാട്ടിയിട്ടില്ല. യുവർ എനിമി നമ്പർ 1 ഈസ് കേരള കോൺഗ്രസ്. മനസ്സിലാവാ, കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ തോൽപ്പിക്കുക ആരാ? കോൺഗ്രസ്സുകാർ തന്നെ. ഒരു പ്രത്യേക ഒരു ബറ്റാലിയൻ, അതിനുവേണ്ടി പ്രത്യേക റിക്രൂട്ട്മെൻറ്റാണ്. ചില നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ്, പ്രത്യേക സ്റ്റഡി ക്ലാസ്സുകൾ, പ്രത്യേക ഫണ്ട്, അതിനുവേണ്ടിയൊക്കെ. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പോലും പണം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയും പരാതി പാർട്ടിയിൽ നിന്ന് പണം കൊടുത്തില്ല എന്നാണ്. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്നത്? ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണം മുടക്കാനില്ലാത്തപ്പം വേറൊരു സ്ഥലത്ത് പണം മുടക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും. കുറെ നാളുകളായി
കേരള കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ പ്രതിച്ഛായയിലൂടെയും, പ്രതിച്ഛായ അവരുടെ മുഖപത്രമാണെന്ന് പറയുന്നു, അല്ലെന്ന് പറയുന്നു, പ്രസ്താവനകളിലൂടെ മനഃപൂർവമായി എന്നെക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എനിക്കതിലൊന്നും പരാതിയില്ല. പോയി കഴിയുമ്പോൾ ഇനി എന്തെല്ലാം ഞങ്ങൾക്കെതിരെ പറയുന്നൊന്നും ഞാൻ കരഞ്ഞുകൂടാ. പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ പേരിൽ കല്ലെറിയാനൊക്കെ എല്ലാം വരും. അതൊന്നും സാരമൊന്നുമില്ല. UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ അവർ മുന്നണി വിടുമായിരുന്നോ? ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പ് രംഗത്ത് വിജയവും പരാജയവും സ്വാഭാവികമാണ്. വിജയത്തിൽ ഒന്നിച്ചു നിന്ന് ആഹ്ലാദിക്കുന്നത് പോലെ തന്നെ, അധികാരം പങ്കിടുന്നത് പോലെ തന്നെ, പരാജയപ്പെടുമ്പോഴും പതറാതെ ഒന്നിച്ചു നിൽക്കാനുള്ള സാമാന്യ മര്യാദ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. എന്താ ഈ പറയുന്നത്? ഞങ്ങളിപ്പോൾ സ്വതന്ത്ര നിലപാട്, ഞങ്ങൾ നല്ല ജോറായിട്ട് പാർട്ടി പ്രവർത്തനമായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് മുഴുവൻ ശ്രദ്ധയും ചെലുത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തനം വളരെ സജീവമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ക്യാമ്പ് 14-ാം തീയതി സ്റ്റേറ്റ് ക്യാമ്പിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. സ്റ്റേറ്റ് കമ്മിറ്റി 14-ാം തീയതി വെച്ചിട്ടുണ്ട്. കോട്ടയത്ത് 14-ാം തീയതി നടക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു പരിപാടി, സംഘടനാ പരിപാടി, ഒരു ക്യാമ്പയിൻ, ഒരു പ്രചരണ പരിപാടി എല്ലാം ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത് പ്രഖ്യാപിക്കും. അദ്ദേഹത്തിന് ചില രഹസ്യ അജണ്ടകളുണ്ട്. അത് കുറച്ച് നാളുകളായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അതിപ്പോൾ പുറത്തു വന്നിരിക്കുക. എനിക്ക് തോന്നുന്നു അതിന് UDF നിന്ന് മാറി നിൽക്കണം എന്നുള്ള കണ്ടീഷനാണ് ആരോ വെച്ചിരിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആരെയും ശപിച്ചുകൊണ്ടല്ല പോകുന്നത്. UDF അവർക്ക് നന്മ വരട്ടെ, നന്മകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ പോവുക. ഞങ്ങളെ പോകാൻ അനുവദിച്ചാൽ മതി. അല്ലാതെ അവരൊക്കെ മാന്യന്മാരായ ആളുകൾ, നല്ല നേതാക്കൾ. കേരള കോൺഗ്രസിൻ്റെ ഈ തീരുമാനം കൊണ്ട് മുന്നണിക്കോ കോൺഗ്രസിനോ ഏതെങ്കിലും തരത്തിലുള്ള ശക്തി ദൗർബല്യങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെയും ജനകീയ അടിത്തറയെ ഇത് തെല്ലും ബാധിക്കില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. മുമ്പിൽ എടുക്കേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഞങ്ങളെല്ലാം ഒരു നിവൃത്തിയില്ലാത്ത ഗതി വന്നപ്പോൾ ഇപ്പോഴാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മാണി സാറ് ഒരു റിപ്പോർട്ടുണ്ടെന്നല്ല പറഞ്ഞു. ഈ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വിട്ടാ? ഞാൻ വെല്ലുവിളിക്കുന്നു, ആ റിപ്പോർട്ട് പുറത്തോട്ട് വിടട്ടെ. ആ റിപ്പോർട്ടെന്ന് പറയുന്നത് ഇന്നും ഇന്നലെ സരിത എഴുതുന്ന പോലെ ആഴ്ചയിൽ എഴുതുന്ന കൂടെ റിപ്പോർട്ടാവല്ലോ, അതുകൊണ്ട് കത്താവല്ലോ. ആ കത്ത് വരേണ്ടത്, ആ റിപ്പോർട്ട് വരേണ്ടത് ശ്രീ ഫ്രാൻസിസ് ജോർജും അതുപോലെ തന്നെ ശ്രീ ആൻ്റണി രാജുവും അവരെല്ലാം അതിലെ അംഗങ്ങളായിരുന്നു. അവരൊക്കെ ഒപ്പിട്ട അന്നത്തെ ആ റിപ്പോർട്ട് പുറത്തോട്ട് വരട്ടെ. ആ റിപ്പോർട്ടിനകത്ത് ഇവർ തന്നെ, ഇവരുടെ റിപ്പോർട്ടാണല്ലോ, ഞങ്ങളുടെ ആരുടെയും റിപ്പോർട്ടല്ല, ഇവർ എന്താണ് അതിനകത്ത് കണ്ടുപിടിച്ചത്, ഇവരുടെ ഫൈൻഡിങ്സ് എന്തായിരുന്നു. ആ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഏതാണ് ഇവരുടെ സംശയം, എന്താണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്, അതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ. അതല്ലാതെ അരയും മുറിയുമായിട്ട് ഓരോരുത്തരുടെയൊക്കെ ഇവർ ടാർഗറ്റ് ചെയ്യുക. കോൺഗ്രസ് മുഴുവനല്ല, കോൺഗ്രസ് നേതൃത്വത്തിലെ ചില വ്യക്തികൾ. പക്ഷെ ഞങ്ങൾ അതിപ്പോൾ ആ വ്യക്തിയുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല, അത് അവർക്കറിയാം. ഞാനിത് പറയുമ്പോൾ അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടുപോളും, അറിയേണ്ടവർ അറിഞ്ഞോളും. നമുക്കറിയാം, ബാർക്കോഴ കേസ് ഏറ്റവും ശക്തമായി വന്ന കാലഘട്ടത്തിൽ മുഴുവൻ മാണി സാറിനെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് കോൺഗ്രസ് പാർട്ടിയും UDF നേതൃത്വവും സ്വീകരിച്ചിട്ടുള്ളത്. അല്ലല്ലോ, എത്രയോ വിഷയങ്ങളാണ്. അതിൽ ഒരു ഐറ്റം അതാണ്, അല്ല അത് മാത്രമല്ല. ആ കാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല എനിക്കായിരുന്നു. അതെന്തിനായി ഓരോരുത്തരുടെ പേരെടുക്കണ്ട, ഞങ്ങൾക്ക് ആരോട് വ്യക്തിപരമല്ലല്ലോ, കോൺഗ്രസ് നേതൃത്വം. മാണി സാറിൻ്റെ കേസ് വളരെ വിശദമായി തന്നെ വിജിലൻസ് അന്വേഷിച്ചു. UDF ആ സമയത്തെല്ലാം എടുത്ത നിലപാട് മാണി സാർ നിർദോഷിയാണ്, നിരപരാധിയാണ്,
മാണി സാർ അഴിമതി ചെയ്തിട്ടില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു ഞാൻ അടക്കമുള്ള ആളുകൾ നിയമസഭയിലെടുത്തത്. അതിന് ധാരാളം ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ വിമർശനങ്ങൾ ഞാൻ നേരിട്ട് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. വിജിലൻസ് വിശദമായി പരിശോധിച്ചു. ആ വിജിലൻസ് ആദ്യം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. മാണി സാറിനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്ന് സമർപ്പിച്ചത്. രമേശ് ചെന്നിത്തല അങ്ങനെ എന്തെല്ലാം ചോദിക്കും, ഇനിയും നാളെ ചോദിക്കും, വേറെ പറയല് എന്തെല്ലാം പറയും. യഥാർത്ഥത്തിൽ ഒരു കല്യാണമാണ് ഇതിനകത്ത് ഒരു നിമിത്തമായി വന്നത്. നമ്മുടെ അടൂർ പ്രകാശിൻ്റെ മകൻ ബിജു രമേശിൻ്റെ മോളുമായിട്ടുള്ള വിവാഹ നിശ്ചയം. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകത, കോൺഗ്രസ് പാർട്ടി ഈ കുടുംബകാര്യങ്ങളിലോ അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുട്ടികൾ കല്യാണം കഴിക്കുന്നത് ഇന്നയാളെ കഴിക്കണമെന്നോ എന്നുള്ള നിർബന്ധമൊന്നുമുള്ള പാർട്ടിയല്ല. അതിപ്പോൾ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അടൂർ പ്രകാശിൻ്റെ മകന് ബിജു രമേശിൻ്റെ മോളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ആ കല്യാണത്തിന് വിളിച്ചാൽ അത് ആരെ വിളിച്ചാലും പോവും. എത്ര ശത്രുവാണെങ്കിലും, പ്രത്യേകിച്ച് അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നു, ഇപ്പോൾ സിറ്റിംഗ് MLA ആണ്, സഹപ്രവർത്തകൻ്റെ മകൻ്റെ കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോവുകയല്ലേ. അപ്പോൾ അതൊരു വലിയ കേസാക്കിക്കൊണ്ടാണ്, അതിന്മേലാണ് ഒരു നിമിത്തമായി കണ്ട് അതിലാണ് തുടങ്ങുന്നത്. ജോസഫ് വാഴക്കൻ്റെ ഡയലോഗിലും സത്യത്തിൻ്റെ അംശം ഇല്ലാതില്ല. പക്ഷേ കണ്ടിടത്തോളം വെച്ച് നോക്കുമ്പോൾ ചെന്നിത്തലയാണ് വില്ലൻ എന്ന് തോന്നുന്നില്ല. വില്ലൻ ആരുമാകാം, ബിജു രമേശ് ആകാം, അടൂർ പ്രകാശ് ആകാം. അസംബന്ധ നാടകമല്ലേ? ചിലപ്പോൾ നായകനായ മാണി സാർ തന്നെ വില്ലനായെന്നും വരാം. ഏതായാലും ഒന്നും പിടികിട്ടാത്ത സ്ഥിതിക്ക് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ എന്തോ എന്തോ. വില്ലൻ ആരോ ആകട്ടെ, കാരണം എന്തോ ആകട്ടെ, എങ്കിലും ഒന്നറിയണമല്ലോ, ഇപ്പോൾ ഇങ്ങനെയൊരു വേർപിരിയലിന് മാണി സാറിന് ധൈര്യം കൊടുത്തത് ആരായിരിക്കും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രോത്സാഹനം കാണും. സ്വാഭാവികമായി മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോയിക്കൊണ്ട് മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചു എന്നൊരു ആക്ഷേപം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ്, കഴിഞ്ഞ നിയമസഭാ കാലത്തുണ്ടായിരുന്നതാണ്. ഇടതുപക്ഷത്തിൽ ചേക്കേറി മുഖ്യമന്ത്രിയാവാനുള്ള ശ്രമം നടത്തി. അത് നടക്കാതെ പോയി. അതിൽ കടുത്ത നിരാശയുണ്ടെന്നു മുതൽ എന്നൊക്കെ ഒരു സംസാരം വളരെ വ്യാപകമായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല, പ്രധാനമായിട്ട് കേരള കോൺഗ്രസിൻ്റെ തന്നെ ഭാഗത്തു നിന്ന്, ശ്രീ PC ജോർജിനെ പോലെയുള്ളവരുടെ ഭാഗത്തൊക്കെ അതിന് ശ്രമിച്ച ഒരാൾ PC ജോർജ് എന്നാണ് PC ജോർജ് തന്നെ സ്വയം അവകാശപ്പെട്ടത്. ഏതായാലും മാണി കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്വന്തം കാലിൽ നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. അത്തരമൊരു ശ്രമം മാണി കേരള കോൺഗ്രസ് നടത്തുന്നു എന്നത് ഇത് UDFുമായിട്ടുള്ള ബന്ധമില്ലാതെ തന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയും എന്നൊരു പ്രഖ്യാപനമാണ് മാണി കേരള കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഓരോ ഘട്ടങ്ങളാണ്. സഹിച്ച് ഒരു ലാസ്റ്റ് എന്താ, ഒരു ഒട്ടകത്തിൻ്റെ മുതുകത്ത് ലാസ്റ്റ് കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് പോലെ ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞ് അവസാനമാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ഘടകകക്ഷിയാണ് ഐക്യജനാധിപത്യ മുന്നണി വിട്ടിരിക്കുന്നത്. ഇത് UDF സംഘടനാപരമായും രാഷ്ട്രീയമായും തകർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഈ പശ്ചാത്തലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇനി പിരിച്ചുവിടുകയാണ് ബന്ധപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത്. ആദ്യം പിരിച്ചുവിടേണ്ടത് LDF ആണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും JDU RSP തുടങ്ങിയ കക്ഷികളൊക്കെ LDFനെ വിട്ടുപോയ സന്ദർഭത്തിൽ അന്ന് അവർ LDF പിരിച്ചുവിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്നതിൽ കഥയുണ്ടാകുമായിരുന്നു. UDFിനകത്ത് ഉണ്ടായിരുന്ന ജനതാദളും RSPയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരോട് നടത്തിയ നീക്കത്തിനെക്കുറിച്ച് പരാതി പറഞ്ഞു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി കോൺഗ്രസും ചേർന്ന ഒരു മുന്നണി എന്ന രീതിയിൽ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ UDF ശക്തമാണ്,
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കരുത്തുറ്റ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അവർ സ്വതന്ത്ര നിലപാടെടുക്കട്ടെ. കേരള കോൺഗ്രസ് എം എന്നത് കേരള കോൺഗ്രസ് മാണിയായിട്ട് നിലനിൽക്കട്ടെ. ആ എം എന്നതിനെ കേരള കോൺഗ്രസ് മാർക്സിസ്റ്റ് ആക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ LDF ഇല്ല എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഇതിന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒരിടത്തേക്കും ഇല്ല. ആ കേരള കോൺഗ്രസ് എം എന്നത് മോഡിയാക്കാതിരിക്കാൻ മാണിയും ശ്രദ്ധിക്കണം. LDF ഇല്ല, BJP ഇല്ല, NDA ഞങ്ങൾ സ്വതന്ത്രമായ നിലപാട്. ഇത്തരമൊരു ബാധ നാളെ മറ്റ് UDF ഘടകകക്ഷികളും പിന്തുടരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ഇതിന് മറ്റു ചില പ്രലോഭനങ്ങൾ ഒക്കെ കേരള കോൺഗ്രസ് വശമുതലായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. എല്ലാവരും ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും BDJS-ഉം കേരള കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന NDA-യിലേക്കാണ് വളരെ ശ്രദ്ധയോടെ, ആകാംക്ഷയോടെ, ചിലർ ഉത്കണ്ഠയോടെ, ചിലർ ഭീതിയോടെ നോക്കിക്കാണും. അവസരവാദ രാഷ്ട്രീയത്തിൻ്റെയും ഭാഗ്യാന്വേഷണത്തിൻ്റെയും സാധ്യതകൾ തേടിയുള്ള ഒരു നീക്കം എന്നുള്ള നിലയിലെ അതിനെ കാണാനാകും. കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കുത്തകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലാത്ത മറ്റൊരു മുന്നണിക്കുള്ള വേരുറയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നതൊക്കെ പഴം കഥകളാണ്. കേരള രാഷ്ട്രീയം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം ആ രാഷ്ട്രീയ പാർട്ടിയുടെ ചരക്കുന്നിൽ നടന്ന സംസ്ഥാന നേതൃയോഗം നിരവധി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇന്നത് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം. കേരള കോൺഗ്രസ് കൈക്കൊണ്ട തീരുമാനം UDF വിട്ടുകൊണ്ട് LDF-നോടും UDF-നോടും സമദൂരം പാലിച്ചുകൊണ്ട് ഒരു പ്രത്യേക ബ്ലോക്കായി ഇന്ന് നിയമസഭയിൽ ഇരിക്കാൻ അവരുടെ തീരുമാനം. സമദൂര സിദ്ധാന്തം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അവരുടെ നിലപാടിനെ ഒരു അവസരവാദ സിദ്ധാന്തമായിട്ടേ ആരും നോക്കിക്കാണും. അവരുടെ അണികൾ പോലും അങ്ങനെയേ ചിന്തിക്കൂ എന്നാണ് തോന്നുന്നത്. NDA സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വർജ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കന്മാർ, അതിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന PT ചാക്കോ, അദ്ദേഹത്തിന്റെ പുത്രൻ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ്, യഥാർത്ഥ കേരള കോൺഗ്രസ് ഇന്ന് NDA-യിലുണ്ട്. ആ കേരള കോൺഗ്രസുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അറിയാലോ എന്താണെന്നത്. ഒരു സംഭവം മാത്രം, കൂടുതലൊന്നും ഞാൻ പോകുന്നില്ല. ആ ഗർവാപ്പസിയുമായി ബന്ധപ്പെട്ട് ഗർവാപ്പസിയിൽ RSS ചെയ്തത് എന്താ? സംഘപരിവാറായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. ഗർവാപ്പസിയിൽ ലക്ഷ്യമിട്ടത് അഹിന്ദുക്കളായവരെയാണെങ്കിലും ക്രൈസ്തവരെയായിരുന്നു ബലം പ്രയോഗിച്ച് മതം മാറ്റിക്കുന്നത്. എന്നിട്ട് പ്രഖ്യാപനം വന്നു, ഇന്ന സമയപരിധി നിശ്ചയിച്ചു. ആ സമയപരിധിക്കുള്ളിൽ ഇവരെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരും, വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും, ഗർവാപ്പസി പൂർണ്ണമാക്കും. ഇതായിരുന്നു RSSന്റെ നിലപാട്. ആ RSS നേതൃത്വം കൊടുക്കുന്ന BJP-യിൽ നന്മ കാണാൻ, RSS-ൽ നന്മ കാണാൻ കേരള കോൺഗ്രസും മാണിയും തയ്യാറാകുന്നു എന്നതാണ് ഈ പ്രസ്താവനയുടെ ചുരുക്കം. മാണി സാറിന് ഇന്നലെ വരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നഷ്ടക്കച്ചവടത്തിന് പുള്ളി നിൽക്കാറില്ല. എന്തെങ്കിലും ലാഭം കാണാതെ ഒന്നും അദ്ദേഹം ഇത്തരം തീരുമാനങ്ങളൊന്നും എടുക്കില്ല. ലാഭം അതാണല്ലോ എല്ലാം. കച്ചവടത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും. ആ ആത്യന്തിക സത്യത്തിൽ എത്തിച്ചേർന്ന സ്ഥിതിക്ക്
കർട്ടൻ താഴ്ത്തുകയാണ്. പുതിയ നാടകങ്ങളുമായി ഇനി കാണും വരെ നന്ദി, നമസ്കാരം.